നല്ല നാടൻ സ്റ്റൈലിൽ സിമ്പിൾ ആയിട്ട് ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാലോ. അതായത് പച്ചമലയാളത്തിൽ കോഴി പൊരിച്ചത്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 800 ഗ്രാമിന്റെ അടുത്ത് ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഒരു മുറി ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഒരു 2 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി ഒരു 1.5 ടീസ്പൂൺ കോൺഫ്ലോറും കൂടാണ് ചേർത്തിട്ടുള്ളത്. ഇനി വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ഇതിന്റെ എല്ലാം കൂടെ നനവ്, ചിക്കൻ കഴുകി വെച്ചതിന്റെ നനവ് എല്ലാം ഉണ്ടാവും. ചെറുനാരങ്ങന്റെ നീര് ഒഴിച്ചതല്ലേ, ആ നനവ് അതെല്ലാം കൂടെ തന്നെ ധാരാളം മതി. എന്നിട്ട് നന്നായിട്ട് കുഴയ്ക്കുക. നന്നായിട്ട് കുഴച്ച് മിക്സ് ചെയ്യുക. വേറെ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നന്നായിട്ട് കുഴച്ചിട്ട് ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ പുറത്ത് വെച്ചാൽ മതി. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഏകദേശം സമയമായി കഴിഞ്ഞാൽ നമുക്ക് ചിക്കൻ പൊരിക്കാൻ വേണ്ടിയിട്ട് നല്ല ചീനച്ചട്ടി എടുത്ത് കുറച്ച് എണ്ണ വെച്ചിട്ട് അതിലേക്ക് ട്രിപ്പായിട്ട് നമുക്ക് ഇങ്ങനെ പൊരിച്ചെടുക്കാം. എല്ലാം കൂടി പൊരിക്കാൻ വേണ്ടിയിട്ട് കുറേ എണ്ണ വെച്ചിട്ട് കളയേണ്ട ആവശ്യമില്ല. ഒരു 3 പ്രാവശ്യം പൊരിച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് പൊരിക്കുന്ന പരിപാടി തീരും. പിന്നെ ഫ്രിഡ്ജിൽ വെക്കണ്ട, പുറത്ത് വെച്ചാൽ മതി എന്ന് പറഞ്ഞത് അതിൽ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒക്കെ ചേർത്തിട്ടുള്ളതാണല്ലോ. അപ്പൊ ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ അത് ആ വെളിച്ചെണ്ണ ഒന്ന് സെറ്റായി വരുമ്പം നമ്മുടെ കുഴച്ച് വെച്ച ഗ്രേവി ഒരു ഡ്രൈ ആയ പോലെ ആയിപ്പോവും. മസാലയൊക്കെ ഒന്ന് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ടാണ് പുറത്ത് തന്നെ വെച്ചാൽ മതി എന്ന് പറഞ്ഞത്. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 മിനിറ്റ് കൊണ്ട് ഒന്ന് ഉപ്പൊക്കെ പിടിച്ച് നല്ല സെറ്റ് ആയിട്ടുണ്ടാവും. അപ്പം നമ്മളിത് അവിടെ ഏകദേശം പൊരിച്ച് തീരാറായിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് നമുക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും ഉണ്ടെങ്കിൽ അതൊന്ന് ഈ വറുത്ത് കോരിയ എണ്ണയിൽ തന്നെ ഒന്നിട്ട് പൊട്ടിച്ച് എടുത്ത് ഇതിൻ്റെ മേലേക്ക്, ചിക്കൻ പൊരിച്ചതിൻ്റെ മേലേക്ക് ഇടാൻ പറ്റും. കരിവേപ്പില ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൽക്കാലം പച്ചമുളക് മാത്രമാണ് ഇട്ടത്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളിയാണ്, നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാനാണെങ്കിലും എളുപ്പമാണ്. കൂടുതൽ ഐറ്റംസ് ഒന്നും ആവശ്യമില്ലല്ലോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് എല്ലാവർക്കും ഇഷ്ടമായാലും ഒന്ന് ലൈക്ക് ചെയ്യുക.